സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ വരുമാനം കർശനമായി നിരീക്ഷിക്കാൻ സൗദി അറേബ്യ ഒരുങ്ങുന്നു. അഴിമതി വിരുദ്ധ അതോറിറ്റിക്ക് കീഴിലാകും നിരീക്ഷണം നടത്തുക. വരവിൽ കവിഞ്ഞ വരുമാനം കണ്ടെത്തിയാലോ സംശയകരമായ സ്ഥിതിയിലുണ്ടായാലോ ജീവനക്കാരനെ പിരിച്ചുവിടാൻ മന്ത്രിസഭ ഉത്തരവിറക്കും. ഭരണതലത്തിലെ അഴിമതി കർശനമായി നിരീക്ഷിക്കാനാണ് തീരുമാനം. ഇതിന്റെ ഭാഗമായി ഗവൺമെന്റ് ജീവനക്കാരുടെ വരുമാനം അഴിമതി വിരുദ്ധ കമ്മീഷനായ നെസ്ഹ നിരീക്ഷിക്കും. ജീവനക്കാരന്റെയോ കുടുംബത്തിന്റെയോ വരുമാനം വരവിൽ കവിഞ്ഞതായാൽ ഇക്കാര്യം ഭരണകൂടത്തിന് കൈമാറും. സംശയകരമായ ഇടപാടോ സാഹചര്യങ്ങളോ കണ്ടെത്തിയാൽ ജീവനക്കാരനെ പിരിച്ചുവിടും. ഇതിന് രാജകീയ കൽപ്പന പുറത്തിറക്കും. ഓരോ മാസവും സൗദിയിലെ വിവിധ മന്ത്രാലയങ്ങളിലെ ഉദ്യോഗസ്ഥരെ നെസ്ഹ പിടികൂടാറുണ്ട്. അന്വേഷണത്തിനും ചോദ്യം ചെയ്യലിനും ശേഷമായിരിക്കും നടപടി സ്വീകരിക്കുക. ജീവനക്കാരുടെ ഇടപാടുകളിൽ സുതാര്യത വേണമെന്നും അല്ലാത്തവർക്ക് പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. കഴിഞ്ഞ 6 മാസത്തിനിടെ സൗദി അറേബ്യയിലേക്ക് വിദേശത്തു നിന്നും 4,12,399 ഗാർഹിക തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്തതായി കണക്കുകൾ. ഗാർഹിക തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റിനും കൈമാറ്റത്തിനുമുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമായ മുസന്നിദ് ഈ കാലയളവിൽ വലിയ മുന്നേറ്റമുണ്ടാക്കിയെന്നും സേവനങ്ങളുടെ കാര്യത്തിൽ ഉപഭോക്താക്കളുടെ സംതൃപ്തി പരമാവധിയിലെത്തിക്കാനായെന്നും മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം റിപ്പോർട്ടിൽ സൂചിപ്പിച്ചു. ഗാംബിയ, ബുറുണ്ടി, സിയറാലിയോൺ, ടാൻസാനിയ എന്നീ രാജ്യങ്ങൾ കൂടി പുതുതായി ചേർക്കപ്പെട്ടതോടെ മുസന്നിദ് പ്ലാറ്റ്ഫോം വഴി വീട്ടുജോലിക്കാരുടെ റിക്രൂട്ട്മെന്റ് നടക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം 33 ഉയർന്നു. തൊഴിലുടമകൾക്കിടയിൽ ഗാർഹിക തൊഴിലാളികളുടെ കൈമാറ്റം സാധ്യമാക്കുന്ന സേവനവും മുസന്നിദിൽ ലഭ്യമാണ്. ഇത്തരത്തിൽ 61,358 തൊഴിലുടമകൾക്ക് തൊഴിലാളികളെ കൈമാറ്റം ചെയ്യാൻ സാധിച്ചു. മാത്രമല്ല, റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുടെ കാലതാമസം കുറച്ച് താരതമ്യേന എളുപ്പമാക്കാനുമായി. വീട്ടുജോലിക്ക് സന്നദ്ധതയുള്ള 5,83,691 പേരുടെ ജോലി അപേക്ഷകൾ ഈ കാലയളവിൽ മുസന്നിദ് പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടു. മുസന്നിദ് നൽകുന്ന സേവനങ്ങൾ സംബന്ധിച്ച് ഗുണഭോക്താക്കളുടെ സംതൃപ്തി 92% ഉയർന്നിട്ടുണ്ട്. നിയമങ്ങളും സുരക്ഷാ ചട്ടങ്ങളും ലംഘിച്ച് ജിദ്ദയിലെ ബർമ സൂക്കിൽ പ്രവർത്തിച്ചിരുന്ന 174 കടകൾ പ്രവിശ്യ സെക്രട്ടേറിയറ്റിന് കീഴിലുള്ള ബന്ധപ്പെട്ട മുനിസിപ്പാലിറ്റി അധികൃതർ പൊളിച്ചു നീക്കി. അൽമനാറ ഡിസ്ട്രിക്റ്റിൽ കിലോ ഫോണ്ടിലാണ് ബർമ മാർക്കറ്റ്. ഇവിടെ വർഷങ്ങളായി നിലനിന്ന കടകളാണ് നീക്കം ചെയ്തത്. മിക്കതും ദുർബലവും സുരക്ഷാ ഭീഷണി ഉയർത്തുന്നതുമായിരുന്നു. മുനിസിപ്പാലിറ്റി നിശ്ചയിച്ച മാനദണ്ഡങ്ങളൊന്നും പാലിക്കാത്തവുമായിരുന്നു. നഗരത്തിന്റെ കാഴ്ചയെ വികലമാക്കുന്നതും സുരക്ഷാ ഭീഷണി ഉയർത്തുന്നതും നീക്കി നഗര ഭൂപ്രകൃതി മെച്ചപ്പെടുത്തുന്നതിനുള്ള മുനിസിപ്പാലിറ്റി നയത്തിന്റെ ഭാഗമായാണ് കടകളുടെ നീക്കം ചെയ്യൽ. മാർക്കറ്റുകളെ നിയന്ത്രിക്കാനും നിയമലംഘനം നടത്തി പ്രവർത്തിക്കുന്ന വാണിജ്യ സ്ഥാപനങ്ങളെ ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ് ഇത്രയും കടകൾ നീക്കം ചെയ്തതെന്ന് ഉമ്മുസ്ലൈം മുനിസിപ്പാലിറ്റി മേയർ അറിയിച്ചു. ആദ്യം 40 കടകളും പിന്നീട് 134 കടകളും നീക്കം ചെയ്തു. അവയിൽ ഭൂരിഭാഗവും തകര ഷീറ്റുകൾ കൊണ്ട് നിർമ്മിച്ച താൽക്കാലിക കടകളായിരുന്നു. ബന്ധപ്പെട്ട അധികാരികളുടെ പങ്കാളിത്തത്തോടെയാണ് കടകൾ നീക്കം ചെയ്തതെന്നും അദ്ദേഹം അറിയിച്ചു. ജിദ്ദ നഗരത്തിലെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും പൗരന്മാരുടെ ആരോഗ്യവും സുരക്ഷയും സംരക്ഷിക്കാനും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. ഗവർണറേറ്റിലുടനീളം നിയമങ്ങളും ചട്ടങ്ങളും നടപ്പിലാക്കുന്നത് ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകളുമായി സഹകരിച്ച് മുനിസിപ്പാലിറ്റി അതിന്റെ ക്യാമ്പയിൻ തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വാഹനത്തിന്റെ പാർക്കിങ്ങും റിസർവേഷൻ പെർമിറ്റുകളും സംബന്ധിച്ച സംവിധാനങ്ങൾ മസ്കറ്റ് മുനിസിപ്പാലിറ്റി പരിഷ്കരിച്ചു. മുനിസിപ്പാലിറ്റിയുടെ ഇലക്ട്രോണിക് സർവീസസ് പോർട്ടൽ വഴി ആവശ്യക്കാർക്ക് സേവനങ്ങൾക്കായി അപേക്ഷിക്കാം. മുനിസിപ്പൽ മേഖലയിലെ സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത്. താമസക്കാർക്ക് പോർട്ടൽ വഴി അവരുടെ പാർക്കിംഗ് പെർമിറ്റുകൾ ഭേദഗതി ചെയ്യുകയോ കൈമാറുകയോ ചെയ്യാം. പെർമിറ്റിൽ വാഹനം അപ്ഡേറ്റ് ചെയ്യാനും റിസർവേഷൻ ഏരിയയിൽ മാറ്റം വരുത്താനും ഈ സേവനം അനുവദിക്കുന്നുണ്ട്. കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും അവരുടെ പരിസരത്തുള്ള പൊതു പാർക്കിംഗ് പെർമിറ്റുകൾ പുതുക്കാനും മസ്കറ്റ് മുനിസിപ്പാലിറ്റി വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം. ഫീസിന് വിധേയമായ പ്രദേശത്താണ് പാർക്കിംഗ് എങ്കിൽ ഓരോ പാർക്കിങ്ങിനും പ്രതിമാസം 50 റിയാലും ഫീസിന് വിധേയമല്ലാത്ത പ്രദേശത്താണ് പാർക്കിംഗ് എങ്കിൽ പ്രതിമാസം 30 റിയാലുമാണ് ഫീസ്. പൊതു പാർക്കിംഗ് റിസർവേഷൻ പെർമിറ്റ് റദ്ദാക്കുന്നതിന് നിലവിലെ പെർമിറ്റ് കാലാവധി അവസാനിച്ച ശേഷം ആവശ്യമായ രേഖകൾക്കൊപ്പം ഒരു റദ്ദാക്കൽ അഭ്യർത്ഥന സമർപ്പിച്ചാൽ മാത്രം മതിയാകും.
കഞ്ചാവ് ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് കടത്ത് റോയൽ ഒമാൻ പോലീസ് കസ്റ്റംസ് വിഭാഗം തടഞ്ഞു. തപാൽ പാഴ്സലിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലാണ് നിരോധിത വസ്തുക്കൾ കണ്ടെത്തിയത്. മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ചവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് അധികൃതർ വ്യക്തമാക്കി. മസ്കറ്റ് ഗവർണറേറ്റിലെ റൂവി ഏരിയയിലുള്ള സ്വർണ്ണക്കടയിൽ നിന്നും ആഭരണങ്ങൾ കവർന്ന സംഭവത്തിൽ അറബ് ഏഷ്യൻ പൗരന്മാരായ 8 പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുന്നതായും നിയമ നടപടികൾ പുരോഗമിക്കുന്നതായും ആരോപി വ്യക്തമാക്കി. രാജ്യത്ത് പച്ചക്കറികളുടെയും പഴങ്ങളുടെയും ഇറക്കുമതിയിൽ വൻ വർധനവ് രേഖപ്പെടുത്തി. 11.6% വർധനവ്. 2023 മെയ് മുതൽ 2024 മെയ് വരെയുള്ള കാലയളവിലേതാണ് കണക്കുകൾ. പച്ചക്കറി ഇറക്കുമതിയിൽ 44.9% വർധനവാണ് രേഖപ്പെടുത്തിയത്. അതേസമയം പഴങ്ങളുടെ ഇറക്കുമതി 2% കുറഞ്ഞു. പ്രധാനമായും UAE, യമൻ എന്നിവിടങ്ങളിൽ നിന്നാണ് ഒമാനിലേക്ക് പഴം, പച്ചക്കറി എന്നിവ ഇറക്കുമതി ചെയ്യുന്നത്. ഇന്ത്യയിൽ നിന്നും ചെറിയ അളവിലും എത്താറുണ്ട്. ഇറക്കുമതിയോടൊപ്പം തന്നെ ഒമാനിൽ നിന്നുള്ള പഴം, പച്ചക്കറി എന്നിവയുടെ കയറ്റുമതിയിലും വളർച്ചയുണ്ടായിട്ടുണ്ട്. രാജ്യത്ത് നിന്നും പഴം കയറ്റുമതി ചെയ്യുന്നതിൽ 40.1% വർധനവ് രേഖപ്പെടുത്തി. ഇത് ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിക്കുന്നതിനെയും അന്താരാഷ്ട്ര വിപണികളിൽ ഒമാന്റെ സാന്നിധ്യം വിപുലീകരിക്കാനുള്ള അവസരങ്ങളെയും സൂചിപ്പിക്കുന്നു. അതേസമയം പച്ചക്കറികളുടെ കയറ്റുമതി കുറഞ്ഞു. ഖത്തറും UAEയുമാണ് ഒമാന്റെ പഴം കയറ്റുമതിയുടെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങൾ. ഒമാനിൽ നിശ്ചിത തൊഴിൽ മേഖലകളിലേക്ക് പ്രവാസികൾക്ക് തൊഴിൽ വിസ അനുവദിക്കുന്നത് തൊഴിൽ മന്ത്രാലയം തടഞ്ഞു. 13 തൊഴിൽ മേഖലകളിലാണ് 6 മാസത്തേക്ക് നിരോധനം ഏർപ്പെടുത്തുന്നത്. ഒമാനി പൗരന്മാർക്ക് തൊഴിലവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ തീരുമാനം. നിർമ്മാണ തൊഴിലാളികൾ, ക്ലീനർമാർ, ലോഡിംഗ് തൊഴിലാളി, ഇലക്ട്രീഷ്യൻ, ഇഷ്ടികപ്പണിക്കാർ, സ്റ്റീൽ ഫിക്സർ, വെയിറ്റർമാർ, പെയിന്റർ, പാചകക്കാർ, ബാർബർമാർ, തുന്നൽ വിദഗ്ധർ തുടങ്ങി നിരവധി തസ്തികകളിലേക്കാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. സെപ്റ്റംബർ 1 മുതലാണ് നിയമം പ്രാബല്യത്തിൽ വരിക. രാജ്യത്ത് നിരവധി തൊഴിൽ മേഖലകളിൽ നിലവിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് കർശന നയങ്ങളാണ് രാജ്യം നടപ്പിലാക്കി വരുന്നത്. ഇത് ഓരോ 6 മാസം കൂടുമ്പോഴും പുതുക്കാറുമുണ്ട്. തിങ്കളാഴ്ച രാത്രി 11:45 കോഴിക്കോട്ട് നിന്നും പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ IX337 വിമാനം മസ്കറ്റിൽ എത്തിയത് ഇന്ത്യൻ സമയം ചൊവ്വാഴ്ച പുലർച്ചെ 5:40. 6 മണിക്കൂറിലധികം വിമാനത്തിലിരിക്കേണ്ടി വന്ന കുട്ടികളടക്കമുള്ളവർക്ക് വെള്ളം മാത്രമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ നൽകിയത്. കണക്ക് കൂട്ടിയതിലുമധികം സമയം വിമാനത്തിൽ കഴിയേണ്ടി വന്നതോടെ യാത്രക്കാർക്കേറെ പ്രയാസം നേരിട്ടു. തിങ്കളാഴ്ച രാത്രി 11:10 വിമാനം കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടേണ്ടിയിരുന്നത്. ഒമാൻ സമയം ചൊവ്വാഴ്ച പുലർച്ചെ 1:15 വിമാനം മസ്കറ്റിൽ എത്തേണ്ടിയിരുന്നതും. രാത്രി 11 മണിയോടെ തന്നെ കോഴിക്കോട്ട് നിന്നും യാത്രക്കാരെ വിമാനത്തിൽ കയറ്റുകയും ചെയ്തു. എന്നാൽ 11:50 വിമാനം പുറപ്പെട്ടത്.